ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. രവിചേട്ടാ, ഞങ്ങളെ പോലീസിനെ വിളിക്കേ. ഇതൊന്നില്ല അവസാനത്തെയാണ്. എടാ പോലീസിനെ വിളിക്കേ. കൊരട്ടിയിൽ വീട് കയറി ആക്രമണം. അയൽവാസിയും ബന്ധുവുമായ യുവാവ് പിടിയിൽ. കൊരട്ടിയിലെ മുൻ പഞ്ചായത്ത് അംഗവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വീടിന്റെ ജനലുകളും വീട്ടിലെ കാറും തകർന്നു. സിന്ധുവും മകന്റെ 1.5 വയസ്സുള്ള കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവത്തിൽ അയൽവാസിയും ബന്ധുവുമായ യുവാവ് അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബന്ധുവായ അശ്വിൻ വെട്ടുകത്തിയുമായി എത്തി ആക്രമണം നടത്തിയത്. രാത്രി 9 മണിയോടെ ഇവിടെ എത്തിയ അശ്വിൻ സിന്ധുവിനോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയും ഇത് വിസമ്മതിച്ചതോടെ ജനലിനരികിൽ നിന്ന് ഇവർക്ക് നേരെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുകയുമായിരുന്നു. കുഞ്ഞുമായി നിന്നിരുന്ന സിന്ധു ഒഴിഞ്ഞുമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ തകർക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. സിന്ധു അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കൊരട്ടി പോലീസ് അശ്വിനെ പിടികൂടി. ഇയാൾക്കെതിരെ മുൻപും ഇത്തരത്തിലുള്ള കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനും ലഹരിക്ക് അടിമയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ഥിരമായി പ്രശ്നങ്ങളും കേസുകളും സൃഷ്ടിക്കാറുള്ള അശ്വിന്റെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ഇടപെടാത്തതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് സിന്ധു ജയരാജ് പറഞ്ഞു. അച്ചു എന്നാണ് എല്ലാവരും വിളിക്കുക. നമ്മളുടെ വീടിന്റെ 3-4 വീട് കുറച്ച് ഒരു 100 മീറ്റർ വ്യത്യാസമുണ്ട്. പഴയ ബ്ലോക്കിലെ മെമ്പറായിരുന്ന ഗ്രേസി ചേച്ചിയുടെ കൊച്ചുമോനാണ്. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ്. പക്ഷെ അവൻ നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് വെട്ടുകത്തിയും കൊണ്ട് വാതില് തുറക്കടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിക്കണേ. അപ്പൊ ഞാൻ വാതില് തുറക്കാണ്ട് തന്നെ ജനലേക്കൂടെ എന്താടാ കാര്യം, വീട്ടിൽ പോടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ ഓടി വന്നിട്ട് ആ ജനലേമ അവന്റെ കയ്യിലുള്ള വാക്കത്തി വെച്ചിട്ട് ജനലേമ വെട്ടുകയാണ് ആദ്യം ചെയ്തത്. ജനല വെട്ടിയ സമയത്ത് എന്റെ കയ്യിൽ കുഞ്ഞുവാവി ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുവാവിനെയും കൊണ്ട് പുറകോട്ട് ഓടിയത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എന്റെയും കുഞ്ഞുവാവയുടെയും 2 പേരുടെയും കണ്ണുകളിൽ ആ ചില്ലുകൾ ജനല ഫുൾ തകർന്നു. അത് ജനലേക്കൂടെ ആദ്യം ഞങ്ങളെ വെട്ടിക്കൊല്ലാനാണ് അവൻ ശ്രമിച്ചത്. അപ്പോഴും അവൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ മോനെ എന്റെ കയ്യിൽ കുഞ്ഞുവാവയുടെ കൊച്ചിനെ കണ്ടുവിടാന്ന് ചോദിച്ച വഴി നിന്റെ കൊച്ചിനെ ഞാൻ കൊല്ലൂടി എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ആ ജനല ഫുൾ അവൻ തകർത്തു. ഞങ്ങളുടെ വീടിന്റെ ഉമ്മർത്ത് കിടന്ന കാറ്, സ്വിഫ്റ്റ് കാറ് ഫുൾ തല്ലി തകർക്കുക മാത്രമല്ല അതിന് നിനക്ക് കിട്ടാത്തതിനും ബാക്കി നിന്റെ കാറും പോട്ടെ. പിന്നെ അവിടെ അവൻ കുറെ വെട്ടി പൊളിച്ചു. അതിനുശേഷം വീണ്ടും അവൻ ഞാൻ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചു. അവൻ കാറ് വെട്ടിപ്പൊളിച്ചപ്പോ. അപ്പൊ നീ പോലീസ് വന്നാലും ഞാൻ ഇറങ്ങണമെന്ന് നിന്നെയും കൊല്ലും, നിന്റെ കൊച്ചിനെയും കൊല്ലും എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചത്. ഞങ്ങളെ മനഃപൂർവ്വം വെട്ടിക്കൊല്ലാമെന്ന്. അവന് പല കേസുകൾ ഉണ്ടായിട്ട് ഞാൻ മെമ്പറായിരുന്ന സമയത്ത് അവന്റെ പല കേസുകളിലും ഉണ്ടാവുമ്പോൾ അവര് വീട്ടിൽ വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിൽ ഇടപെടാൻ പോവാറില്ല. കാരണം നമുക്കതിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അവനും അറിയാം ഞാൻ ഇടപെടില്ല എന്ന്. ഞാൻ പറയുന്ന കേസുകളിൽ അവൻ എന്നോട് ഭയങ്കര വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യത്തിന്റെ ഒരൊറ്റ പേരിലാണ് അവൻ എന്റെ വീട്ടിൽ വന്ന് എന്നെയും എന്റെ 1.5 വയസ്സുള്ള കുഞ്ഞുമാവനെയും അവൻ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതിനു മുമ്പ് അവൻ പല വീടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ അവരുടെ വീട്ടിൽ തന്നെ വാതിലും ജനലോ തല്ലിപ്പൊളിക്കുക, വേറൊരു വീട്ടിൽ പോയി ഇതിനു മുമ്പ് വെട്ടിക്കൊല്ലാൻ പോകുന്ന, അതൊക്കെ പല രീതിയിലുള്ള കേസുകളും വീണ്ടും പലവരുമായിട്ട് അത് തീർത്തിട്ടുണ്ടെന്ന് ഞാൻ അറിയാം, എന്റെ അറിവില് ഞാൻ മെമ്പറായിരിക്കുമ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് എന്റെ വീട്ടിൽ വന്ന് എന്നെ കൊല്ലാൻ, എന്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ വെട്ടി ജനലേക്കൂടെ അവൻ വെട്ടാനാണ് ശ്രമിച്ചത്. ഇത് വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മളൊരു കൊച്ചിനെയും കൊണ്ട് നിൽക്കുമ്പോഴാണ്. എന്റെ വീട്ടിൽ എന്റെ മകൻ മുറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഒച്ച കേട്ട് വന്നപ്പോൾ ഞാൻ അവന്റെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിടാണ് ചെയ്തത്. കാരണം എന്റെ കുഞ്ഞുവാവനെ അവന്റെ മുറിയിൽ ഉണ്ടാക്കി. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പോലീസ് വന്നതിന് ശേഷമാണ് അവന്റെ കയ്യിൽ നിന്ന് വാക്കത്തി മേടിക്കാൻ പറ്റിയത്. പോലീസ് വരണ വരെ അവൻ സകലമാന സാധനങ്ങൾ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾക്ക് പോലും അവന്റെ അടുത്ത് അടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പോലീസ് വന്ന് അവന്റെ കയ്യിൽ നിന്ന് വാക്കത്തി മേടിച്ചതിന് ശേഷം അവനെ ജീപ്പിലേക്ക് കയറ്റിയതിന് ശേഷമാണ് ഞാൻ വാതിൽ തുറന്നിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം. ഇതിനും പല വീടുകളിലും അവൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് ഞാനവിടെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആ രീതിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി.